അത് അത്രയും ദിവസം തലക്ക് വെളിവില്ലാത്ത പോലെയായിരുന്നു ചേട്ടയുടെ ഓട്ടം. പിന്നെ ആണെങ്കില് പൈസ ഇല്ലാണ്ട് വരുന്ന കലാകാരന്മാര് എന്താ സമൂഹത്തിന് ചെയ്യണേന്നുള്ള രീതിയിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്റെ മനസ്സിൽ നിന്ന് അറിയാതെ വന്നത്. അങ്ങനെ പറഞ്ഞതാണ്. അങ്ങനെ പറഞ്ഞു. പക്ഷെ ഞാനും ഓർത്തില്ല ഇത്ര ഇതാവുന്നു, ഇങ്ങനെ ആൾക്കാർ മൊത്തം ഇത് ഷെയർ ചെയ്യുന്നൊന്നും ഓർത്തില്ല. ഇങ്ങനെ ഒരു പ്ലാനിങ്ങനെ തുടങ്ങിയത്. വനജയ്ക്ക് ഒരു വീട്, ഒരു കൂപ്പൺ 10 രൂപയുടെ വനജയ്ക്ക്. അപ്പൊ 10 രൂപയുടെ കൂപ്പൺ. ഈ കൂപ്പൺ 10 രൂപ ഒരാളുടെ കൊടുക്കുമ്പോൾ എന്തായാലും ഒരു 5 കൊടുക്കും. അങ്ങനെ 1 ലക്ഷം കൂപ്പൺ അടിച്ചത്. നമ്മളെ കൊണ്ട് പറ്റാത്തൊരവസ്ഥ വരുവാണെങ്കിൽ ഞാൻ വീട് വിൽക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഓക്കെ, അങ്ങനെ നമുക്ക് അവരോട് പറയാൻ പറ്റില്ലല്ലോ ഞങ്ങളുടെ ഇനി പൈസ ഇല്ല, പണി നിർത്തി വെക്കണമെന്ന് പറയാൻ പറ്റില്ലല്ലോ. ആരൊക്കെ ഇട്ടിട്ട് പോയാലും നമുക്കത് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല. ചേച്ചിക്ക് ഓരോ നിമിഷം ഇത് കാണുമ്പോ ഇല്ല ഇതിൽ ഒരിക്കലും ഞങ്ങൾ അവര് ഹാപ്പിയായിട്ട്, അതാണ് ഞങ്ങളുടെ സന്തോഷം. ഒരിക്കലും ഇല്ല. വീട് പോയെന്ന് വിചാരിച്ച് എനിക്ക് ഒരു വിഷമമില്ല, ഒരിക്കലും വിഷമമില്ല. അത്ര സന്തോഷത്തോടെ അവർക്ക് താക്കോല് കൊടുത്ത പാലുകാച്ചലൊക്കെ ഞങ്ങൾ കൂടിയത് ഞങ്ങളുടെ ഈ വീട് പോയത് പോകും എന്നുള്ള ചിന്തപ്പാടൊന്നും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ അത്ര ഹാപ്പിയായിരുന്നു. ഇപ്പോഴും ഇല്ല. പക്ഷെ ആ താക്കോല് കൊടുത്തിട്ട് പിന്നെ ഞങ്ങൾ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടേ ഇല്ല. ഞങ്ങള് വീട്ടിലെത്തി കിടക്കാൻ നേരത്തെ ചേട്ടാ പ്ലേറ്റ് ഒക്കെ തല്ലി പിടിച്ചിട്ട് പോയിരുന്നു. ഹോട്ടലുകാരെ വിളിച്ചേക്കണ് ബില്ല് ചോദിച്ചേര്. അതാ അത് ചില ആൾക്കാരാണ് ഒന്നാമത് നോർമൽ അല്ലാന്ന് തോന്നുന്നത്. അതെ, പകുതി പണം കൊണ്ട് വീട് പണിയാം, ബാക്കി പകുതി പണം പലിശരഹിതമായി EMI സ്കീമിൽ 50 മാസം കൊണ്ട് തിരിച്ചടച്ചാൽ മതി. ബയത് ഹോംസ് ഫോർ ബിൽഡേഴ്സ്, കേരളാസ് ലീഡിംഗ് ടെക് എനേബിൾഡ് ഹോം ബിൽഡർ. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക. നമസ്കാരം. ഓണമേളം 2024ലേക്ക് മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് അനിഴം എല്ലാവരും അത്തം മുതൽ ഇങ്ങനെ 10 ദിവസത്തേക്ക് ഓരോരോ ദിവസങ്ങളിൽ ഓരോരോ ഗ്രൂപ്പും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഓണാഘോഷം നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ബൈറ്റ് ഹോംസ് ഫോർ പ്രസൻസ് ബി വിത്ത് രമ്യ ആഴങ്ങളിലേക്ക് ഒരു യാത്ര ഇൻ അസോസിയേഷൻ വിത്ത് മൈൽ സ്റ്റോൺ ഇവന്റ്സ്. ഇന്ന് ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ഷാജി ചേട്ടനും രശ്മി ചേച്ചിയാണ്. ഓണത്തിന്റെ ആഘോഷവും കാര്യങ്ങളും ഒക്കെ എവിടം വരെയായി? ഓണാശംസകൾ. ഓണാശംസകൾ ഇരിക്കട്ടെ, ഹാപ്പി ആയിട്ട് പോട്ടെ. ഞങ്ങൾക്ക് ഓണം ഇല്ല ഈ പ്രാവശ്യം. അതെന്താ? എന്റെ ബ്രദർ മരിച്ചിട്ട് ഒരു 2-2.5-3 മാസം ആവണുള്ളൂ. ഇപ്പൊ 2 മാസം ആവണുള്ളൂ. അപ്പൊ അത് കാരണം ഓണം ഇല്ലല്ലോ. അങ്ങനെ താഴെ ഞാൻ വന്നപ്പോ തന്നെ ഫ്ലാറ്റിൽ നല്ല ഭംഗിയുള്ള അത്തപ്പൂവൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നത് കണ്ടു. നല്ല രസമായിട്ട്. അതിന്റെ നിങ്ങളും കൂടെ ചേച്ചിയുടെ കൈകളും കൂടി അതിലേക്ക് പോയിട്ടുണ്ടോ അത്തപ്പൂ ഇടാൻ? ഞാൻ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ചെന്നപ്പോഴേക്കും അവിടെ കഴിയാറായി. ഞങ്ങൾക്ക് പിറ്റേ ദിവസം ഓണാഘോഷായിരുന്നു ഇന്നലെ. അപ്പൊ അതിന്റെ ആഘോഷത്തിന്റെ പേരിൽ ഞങ്ങൾ തിരുവാതിരകളി, ഡാൻസ്, അങ്ങനെ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ പ്രാക്ടീസിന് വേണ്ടി ചെന്നപ്പോഴേക്ക് കുറച്ച് ലേറ്റ് ആയി പോയി. എന്നാലും അവസാന നിമിഷം എനിക്ക് ചെല്ലാൻ പറ്റി. എന്തായാലും നിങ്ങളുടെ ഓണാഘോഷമൊക്കെ നന്നായി പോയി. നല്ല സദ്യയൊക്കെ കഴിച്ചു. അങ്ങനെ അതിപ്പോ എല്ലായിടത്തും അതെ, ഫ്ലാറ്റുകളിലും അങ്ങനെ, ഓഫീസുകളിലും അങ്ങനെ, ഓരോടത്തും ഇങ്ങനെ ഓഫീസിലാണെങ്കിൽ അവിടെ ഓണാഘോഷം ഉണ്ടാവും. അതെ, ഇവിടുത്തെ നമ്മുടെ അസോസിയേഷന്റെ ആൾക്കാരൊക്കെ ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്ത് ഭയങ്കര രസമായിട്ട് പരിപാടി ചെയ്തു. എല്ലായിടത്തും അതെ. ഞങ്ങൾ ഇനി ആഘോഷിക്കാൻ പോകുന്നേ ഉള്ളൂ. എല്ലാ നാട്ടിലെ ആൾക്കാരുടെ ഒക്കെ ആഘോഷം കണ്ടിട്ട് വേണം ഞങ്ങളുടെ കമ്പനി ഞങ്ങൾക്കൊരു ഓണാഘോഷം തരാനായിട്ട്. മതിയായിരുന്നു. അതെ, കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങളൊക്കെ ഇരിക്കുന്നത്. അപ്പൊ അങ്ങനെ നാട് മുഴുവൻ ഇങ്ങനെ എല്ലാവരും ഓണം 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 ഈ ഒരു ആഘോഷം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഓണത്തിലേക്ക് എത്തുമ്പോൾ ആദ്യം തന്നെ ശരിക്കും നിങ്ങൾക്ക് രണ്ടുപേരുടെയും വലിയൊരു മനസ്സിന് ആ ഒരു മനസ്സ് ഇന്നിപ്പോ ശരിക്കും എന്റെ പ്രോഗ്രാം ഈ ബി വിത്ത് രമ്യ ആഴങ്ങളിലേക്ക് ഒരു യാത്ര എന്ന് പറഞ്ഞ ഈ ഒരു പ്രോഗ്രാമിന്റെ ടൈറ്റില് ശരിക്കും യാഥാർത്ഥ്യമാണത്. അതിന്റെ ശരിക്കും അർത്ഥം കറക്റ്റായിട്ട് വരുന്നത് ഇന്നിപ്പോ നിങ്ങളെ ഇന്റർവ്യൂ ചെയ്യുമ്പോഴാണെന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. വലിയൊരു മനസ്സാണ്, വലിയൊരു, അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. ഇന്നിപ്പോ നമ്മുടെ മീഡിയയിലൂടെ എന്താ പറയാ, സിനിമാക്കാരെ കുറിച്ചും ഒക്കെ വളരെ മോശപ്പെട്ട കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ പരന്നിങ്ങനെ നടക്കുന്നുണ്ട്. ഈ പറയുന്ന ആൾക്കാരുടെ ഇടയിൽ ഒരുപാട് നല്ല മനസ്സുള്ള ഇത്തരത്തിലുള്ള കുറെ പേരുണ്ട്. ഇവർ ചെയ്ത കാര്യങ്ങളും കൂടെ നമ്മൾ തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് നമ്മൾ അറിയേണ്ടത് തന്നെയാണ്. ഇദ്ദേഹം അത് എന്താ പറയാ, ഷാജി ചേട്ടനും രശ്മി ചേച്ചിക്കും ഇത് ഒട്ടും നാട്ടുകാരുടെ ഇടയിലേക്ക് ഇങ്ങനെ പബ്ലിസൈസ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്ത നല്ല കാര്യങ്ങൾ ഒരു പരസ്യം പോലെ ഇങ്ങനെ പറഞ്ഞു നടക്കണമെന്നോ ഒരു താല്പര്യമുള്ള ആൾക്കാരല്ലാത്തത് കൊണ്ടാണ് നമ്മളെല്ലാവരും ഈ ഒരു യാഥാർത്ഥ്യം അറിയാനായിട്ട് ഇത്ര അധികം വൈകിയത്. പക്ഷേ ഇത്രയും നല്ലൊരു കാര്യം നമ്മളത് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടല്ല, പക്ഷെ ഇതുപോലത്തെ നല്ല മനസ്സുകൾ നമ്മുടെ ഇടയിൽ ഉണ്ടെന്നുള്ളതും അറിയണ്ടേ ആൾക്കാര്. ഞാൻ ഇത്ര നാളായിട്ട് ആരും പറയാണ്ടിരുന്നത്. അതെ,
അപ്പോൾ ഇത് പെട്ടെന്നൊരു സാഹചര്യത്തിൽ ഇപ്പൊ ഈ പറഞ്ഞില്ലേ കലാകാരന്മാരുടെ ഇടയിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും കലാകാരന്മാരെ ഇങ്ങനെ ഒരു ഇതിലേക്ക് ഒരു കോർണർ ചെയ്യണം. കാരണം ജനങ്ങളുടെ മനസ്സിലേക്ക് സത്യാവസ്ഥ എത്താത്തതുകൊണ്ട് എല്ലാവരും ഒരു കൺഫ്യൂഷനിൽ നിൽക്കുന്ന അവസ്ഥയാണ്. അപ്പൊ അങ്ങനെ ആ ഇന്റർവ്യൂവിൽ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു വന്നതിന്റെ ഇടയിൽ കലാകാരന്മാർ എന്താ സമൂഹത്തിന് ചെയ്യണേന്നുള്ള രീതിയിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്റെ മനസ്സിൽ നിന്ന് അറിയാതെ വന്നത്. അങ്ങനെ പറഞ്ഞതാണ്. അങ്ങനെ പറഞ്ഞു. പക്ഷെ ഞാനും ഓർത്തില്ല ഇത്ര ഇതാവുന്നു, ഇങ്ങനെ ആൾക്കാർ മൊത്തം ഇത് ഷെയർ ചെയ്യുന്നൊന്നും ഓർത്തില്ല. ഇതിനു മുൻപും ഏതോ ഒരു ഇന്റർവ്യൂല് അറിഞ്ഞിട്ട് ചോദിച്ചിട്ടുണ്ട് ചേട്ടനോട്, ചേട്ടൻ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ, കേട്ടിട്ടുണ്ടല്ലോ, ശരിയാണോ എന്ന് ചോദിച്ചപ്പോ ഞങ്ങൾ അന്ന് ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് ശരിയാണ്, ഞങ്ങൾ ഇങ്ങനെ ഒരു ചെറിയൊരു വീട് വെച്ച് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതിന്റെ പിന്നില് വീട് വിറ്റിട്ടാണെന്നുള്ളത് ആരോടും പറഞ്ഞു. ശരിക്കും നമ്മുടെ മൈൽ സ്റ്റോൺ ഫാമിലി ആയിട്ട് അടുത്ത് നിൽക്കുന്ന ഒരുപാട് ആൾക്കാരിലെ ഏറ്റവും നല്ലൊരു ആള്, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി മെമ്പർ തന്നെയാണ് ഈ ഷായ്ചേട്ടനും രശ്മി ചേച്ചിയും. നിങ്ങൾ ഇതിനു മുമ്പേ പക്ഷെ ഞങ്ങൾ അറിഞ്ഞില്ല ഷായ്ചേട്ടാ ഇത്രയും നല്ല നമ്മുടെ ഫാമിലി മെമ്പർ എന്നൊക്കെ. ഞങ്ങൾക്ക് ഒരു നാണക്കേട് തോന്നി, ഇത്രയും നല്ല നമ്മളൊരു ഫാമിലി എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ഇത്രയും വലിയൊരു മനസ്സ് ഞങ്ങൾ ഇത്രയും വൈകിപ്പോയി അറിയാനായിട്ട്. അല്ല, ഞാനേ എപ്പോഴും കേട്ട പാതി കേൾക്കാത്ത പാടി ചാടി ഇറങ്ങുന്ന ഒരാൾക്കാരാണ്. അത് ഈ ഒരു ഇതിനു വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്ത് കാര്യത്തിലാണ് ഞാൻ അങ്ങനെ ചാടി ഇറങ്ങുന്ന ആളാണ്. അപ്പൊ അങ്ങനെ ചാടി ഇറങ്ങി ഞങ്ങൾ ചെന്ന് ഇവരായിട്ട് ചെന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ച് പിന്നെ അങ്ങനെ കാര്യങ്ങൾ ചെയ്യാം. അതിലും എന്നെ കുറച്ച് കലാകാരന്മാർ, ഈ കലാകാരന്മാരുടെ ഇടയിൽ നിന്നിട്ടാണ് ഒന്ന് രണ്ടുപേർ എന്നെ സഹായിച്ചേക്കുന്നത്. അത് ആരൊക്കെയാണ്? അത് ആദ്യം ഞാൻ ഇത് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്ത് ഞങ്ങൾ ഒരു പ്രസ് മീറ്റ് ഒക്കെ വെക്കുമ്പോഴത്തേക്ക് ആദ്യത്തെ സംഭാവന എന്നിട്ട് നമ്മൾ കൂപ്പൺ അടിച്ചിട്ട് വീട് വെക്കാന്നാ പറഞ്ഞത്. വനജക്ക് ഒരു വീട് എന്ന് പറഞ്ഞാൽ 10 രൂപയുടെ ഒരു കൂപ്പൺ. ഇതിന്റെ ആ ഒരു സംഭവം ഒന്നും കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാമോ? കണ്ടിരിക്കുന്ന കുറെ പേരുണ്ടാവും, കാണാത്തവർക്കും കൂടെ, നമ്മുടെ മൈൽ സ്റ്റോൺ വ്യൂവേഴ്സിന് എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട്. ഇങ്ങനെ ഉള്ള ഒരു പാഷാണം ഷാജി എന്ന് പറയുന്ന നമുക്കൊക്കെ ഇഷ്ടപ്പെട്ട നമ്മുടെ പ്രിയങ്കരനായ ഷായി ചേട്ടൻ സ്വന്തം വീട് വിറ്റ് വേറൊരാൾക്ക് അവിടെ വീട് വെച്ച് കൊടുത്ത ആ ഒരു കഥ, അത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു, എങ്ങനെയാണ് ആ സാഹചര്യം ഉണ്ടായത്, അതൊക്കെ എല്ലാം ഒന്ന് പറയാമോ? അത് എന്റെ ഇവിടെ മരത്തിലുള്ള എന്റെ സുഹൃത്ത് വിളിച്ചോളൂ, അവന്റെ നൈബറാ ഈ ചേച്ചി. അപ്പോൾ നിങ്ങളൊന്നും സഹായിക്കും, ഇങ്ങനെ വയ്യാതിരിക്കുക. അപ്പൊ അന്നേരം കോട്ടയത്ത് അവിടെ ആയിരുന്നല്ലേ നമ്മൾ ചെല്ലുമ്പോ. നിങ്ങക്ക് നേരത്തെ അറിയുന്ന ആൾക്കാരായിരുന്നു ഇവര്? ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് അറിയാവുന്ന ആൾക്കാരാണ്. അപ്പൊ അങ്ങനെ അറിയില്ല, ചേച്ചിക്ക് അറിയില്ല. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് അവരുടെ അവസ്ഥ, വീടിന്റെ അവസ്ഥ, ഇതെല്ലാം കൂടി കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ ആദ്യം ഒരു കട്ടിൽ മേടിക്കാനാണ് പ്ലാൻ ചെയ്തത്. ഒരു കട്ടിൽ വാങ്ങിച്ചിട്ട് ഇതാക്കാന്ന്, പിന്നെ മെഡിസിനൊക്കെ വാങ്ങിച്ചിട്ട്. അപ്പൊ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ ഇതായി വന്നപ്പോഴത്തേക്കാണ് ഈ വീടെന്നൊരു സംഭവത്തിലേക്ക് വന്നത്. വീടെന്ന സംഭവത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അവര് താമസിക്കുന്ന അവരുടെ സ്വന്തം വീട്ടിലായിരുന്നു. സ്വന്തം വീടാണ്, വീടെന്ന് പറയാൻ പറ്റില്ല, ഫ്ലെക്സ് ഇങ്ങനെ വിരിച്ചിട്ടുള്ള ഒരു ഇതിലായിരുന്നു അവര്. അവർക്ക് ടോയ്ലറ്റ് ഇല്ല സ്വന്തമായിട്ട്. അപ്പൊ അതിനകത്തൊരു മെസ്സേജിൽ ഞാൻ വായിച്ചായിരുന്നു, ഇത് ഉത്തരേന്ത്യയിലാണോ നടക്കുന്നത്, ടോയ്ലറ്റ് ഇല്ലെന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതൊന്നും ഇല്ല കുട്ടികൾക്ക്. ഇല്ലാന്നാണ് ആ കുട്ടികൾ പറഞ്ഞത്. അവർക്ക് പുറത്തു പോയി കുളിക്കണത് തന്നെ രാത്രി അങ്ങനെ ഈ ഒരു എന്തോ വലിച്ചിട, കുളി മാത്രമല്ല ബാത്റൂം പ്രാഥമിക കാര്യങ്ങളൊക്കെ നടക്കണം. അങ്ങനെയായിരുന്നു. ഇതൊക്കെ വെച്ചിട്ട് നോക്കിയപ്പോഴത്തേക്കും ഞങ്ങള് അത് നമ്മുടെ ഇവിടെ തൃപ്പൂണിത്തുറയില് ഈ പറയുന്ന മരട് ഭാഗത്താണോ ഈ പറയുന്ന അവര് താമസിച്ചിരുന്നത്? അവിടെയാണ് ഇങ്ങനത്തെ ഒരു സംഭവം. അവർക്ക് തന്നെ അറിയാം, നമുക്ക് തന്നെ അറിയാം. അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങള് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തപ്പോ ഇത് വെക്കാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ഈ എങ്ങേരും പറഞ്ഞ നമുക്കൊരു ചെറിയ വീട് വെച്ച് കൊടുക്കാന്ന് പറഞ്ഞു. അപ്പം ചേട്ടായി വന്ന് പറഞ്ഞപ്പോഴേക്കും കൂടെ ഒരുപാട് പേരുണ്ടായിരുന്നു, ചുറ്റി നിൽക്കാനായിട്ട് ഒരുപാട് പേരുണ്ടായിരുന്നു. അപ്പം ഷാജി മുന്നിൽ നിന്നാൽ മതി, ഞങ്ങൾ എല്ലാത്തിനും ഉണ്ട് എന്നുള്ള രീതിയിലാണ് ഫസ്റ്റില് തുടങ്ങണത്. അപ്പൊ ചെറിയൊരു മീറ്റിംഗ് ഒക്കെ വിളിച്ചു കൂട്ടി അങ്ങനെ നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തു. ആദ്യം അല്ല, നമ്മൾ അവിടെ നിന്ന് ഞാൻ വെച്ചും കൂടി പറഞ്ഞു, നമ്മൾ ഓക്കെ നിങ്ങൾ എല്ലാവരും ഉണ്ട്, നമുക്ക് സെറ്റ് ആക്കാൻ പറഞ്ഞിട്ട് ഞങ്ങൾ പോകുന്നു. ഞങ്ങൾ കൂടെ നിൽക്കാം, കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് നമ്മൾ എല്ലാം മുന്നിട്ട് തന്നെ നിന്ന്, എല്ലാ കാര്യങ്ങൾക്കും മുന്നിട്ട് ചേട്ടൻ തന്നെ മുന്നിട്ട് നിന്നത്. പിറ്റേ ദിവസം രാവിലെ ഇവര് വീട്ടിൽ വന്നു. വീട്ടിൽ വന്നിട്ട് വീണ്ടും കാര്യങ്ങൾ ക്ലിയർ ആക്കിയിട്ട് പിന്നെ ഞങ്ങളൊരു ഇവിടെ മരടി നഗരസഭയുടെ ഒരു ചെറിയൊരു പാർക്ക് പോലെ ഉണ്ടാക്കുക വളവിൽ, അവിടെ ഒരു മീറ്റിംഗ് വെച്ച് പത്രക്കാരൊക്കെ വന്ന്. അപ്പം അങ്ങനെ അത് നമ്മുടെ മുനിസിപ്പാലിറ്റിയിലെ ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ ഒരു മീറ്റിംഗ് അവിടെ വെച്ച് ധർമ്മജം വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഇത് പ്ലാൻ ചെയ്ത് ഞങ്ങൾ ഇങ്ങനെ ഒരു പ്ലാനിങ്ങിൽ തുടങ്ങിയത്. വനജയ്ക്ക് ഒരു വീട്, ഒരു കൂപ്പൺ 10 രൂപയുടെ വനജയ്ക്ക്. അപ്പൊ 10 രൂപയുടെ കൂപ്പൺ. ഈ കൂപ്പൺ 10 രൂപ ഒരാളുടെ കൊടുക്കുമ്പോൾ എന്തായാലും ഒരു 5 എണ്ണം കൊടുക്കും. അങ്ങനെ 1 ലക്ഷം കൂപ്പൺ അടിച്ചത്. അതടിച്ചിട്ട് കൂപ്പണൊന്നും ഇതാക്കിയില്ല, വിറ്റില്ല. അത് അവര് പിരിവിന് പോകണം അങ്ങനെ പോകുന്ന ഞാൻ പിന്നെ അത് അന്വേഷിക്കാൻ നിന്നില്ല. പിന്നെ അന്ന് അവിടെ വെച്ച് കൂപ്പണിന്റെ ഇതില് ധർമ്മജനാണ് 10,000 രൂപ ആദ്യം തരുന്നത്. 100ന്റെ കൂപ്പൺ അല്ലേ എടുത്ത് 10,000 രൂപ ധർമ്മജൻ തന്ന്. പിന്നെ ഒരു സുഹൃത്ത് ഒരു 5,000 രൂപ, അങ്ങനെ 15,000 രൂപ. അതാണ് ഇതിന്റെ ഫസ്റ്റ് ഫണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ കല്ലിട്ടല് കഴിഞ്ഞിട്ട് പിന്നെ ഒരാളെ കാണാനില്ല. പേരുടെ കല്ലിടല് കഴിഞ്ഞിട്ട് പിന്നെ ഈ നടത്തിപ്പിക്കാൻ വന്ന സംഘാടകരെ ഒന്നും കാണുന്നില്ല, ആരുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ കുറെ സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടായിരുന്നു അവിടെ. അപ്പൊ അങ്ങനെ ഞാനിങ്ങനെ ഇതിലായെന്ന് അവർക്ക് മനസ്സിലായി.
അപ്പോൾ കുറച്ച് കൂട്ടുകാർ പറഞ്ഞു കുഴപ്പമില്ല, ഞങ്ങൾ ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പാണ്ഡവാസ് നാടൻപാട്ട് ഗ്രൂപ്പ് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ്. അവർ പാടിയിട്ട് റോട്ടിൽ പാടിയിട്ട് 1,00,000 രൂപ എനിക്ക് കൊണ്ട് തന്നു. ഈ 1,15,000 രൂപയാണ് എനിക്ക് ഔട്ട് സൈഡിൽ നിന്ന് ഇങ്ങനെ കിട്ടിയത്. അതും എൻ്റെ ഈ കലാകാരന്മാരായിട്ടുള്ള കുറച്ച് കൂട്ടുകാർ. അപ്പം അത് അത് അവരുടെ വൈഫ് കൊച്ചുകുട്ടികളൊക്കെ പാടിയായിരുന്നു. അപ്പം ഞാനിത് പറഞ്ഞുകൊണ്ട് ആദ്യം ഇത് പറയണം ഇവരുടെ കാര്യം. കാരണം എനിക്ക് ഒരു സപ്പോർട്ടായിട്ട് വന്ന അവർ മാത്രമേ ഉള്ളൂ. അപ്പം അവർ സാമ്പത്തികമായിട്ട് അവരെന്നെ ഈ ഒരു രീതിയിൽ ഒരു 1,15,000 രൂപ എനിക്ക് 1,15 തന്ന് സഹായിച്ച്. പിന്നെ അവരുടെ ബാക്കിയുള്ള ഈ താക്കോൽ കൊടുക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ നാടൻപാട്ട് ടീമാണ് വന്ന് എല്ലാ സ്റ്റേജിന്റെ കാര്യത്തിലും എല്ലാം ചെയ്ത് എന്നെ സഹായിച്ചു. ഞാൻ ഒറ്റക്കല്ല, ഞങ്ങൾ 2-3 പേരിലുള്ളൂ. അപ്പൊ ഞങ്ങൾ 3 പേര് ആ സമയത്ത് ഉണ്ടായിരുന്നുള്ളൂ. ഞാനും ചേട്ടായും പിന്നെ നമ്മുടെ വണ്ടി ഓടിക്കുന്ന പയ്യൻ അനീസ്. പിന്നെ അവൻ നിന്ന് പണിയിപ്പിക്കും, പിന്നെ ഞാൻ പോയിട്ട് വരുമ്പോ ഞാൻ നിന്ന് പണിയിക്കും. ചേട്ടായി നമ്മുടെ സ്വന്തം വീട് പണിയണ പോലെയാണ്. രാവിലെ എനിക്ക് കുളിച്ച് റെഡി, അനീസ് വരെ ഇവർ രണ്ടും കൂടി പോവും. അവിടുത്തെ പണി അല്ലെങ്കിൽ രാവിലെ വിളിക്കും, ഷൂട്ട് ഉണ്ടെങ്കിൽ വിളിച്ച് ചോദിക്കും അവരോട് എന്താ പണിക്കാർ വന്നോ നിന്നോ. അപ്പൊ അയ്യോ ഇല്ല ചേട്ടാ ഇന്ന് പണിക്കാർ വന്നിട്ടില്ല. അപ്പൊ തന്നെ പണിക്കാരെ വിളിക്കും, എന്ത് നിങ്ങൾ വരാത്ത. അപ്പൊ ഞങ്ങൾ ഇന്ന ദിവസം വരും. അങ്ങനെ അത്രയും ദിവസം തലക്ക് വെളിവില്ലാത്ത പോലെയായിരുന്നു ചേട്ടായിയുടെ ഓട്ടം. പിന്നെ ആണെങ്കില് പൈസ ഇല്ലാണ്ട് വരുന്ന ഇല്ല ഏട്ടാ, അതൊരു ഇമോഷന്റെ ഒരു ഇതാണ്. ചേച്ചിക്ക് എത്രയാലും അത് എത്രയാലും ഇമോഷൻ ആവില്ല. എന്താന്ന് പറയുമ്പോൾ ഞാൻ അങ്ങനെ വലിയ കലാകാരനല്ല, വലിയ പേയ്മെന്റ് പഠിക്കുന്ന ആളല്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് തന്നെ ഇത് ചില സമയത്ത് നമുക്ക് കൂട്ടിമുട്ടിക്കാൻ പറ്റാണ്ടാവും. അപ്പൊ ഞാനൊരു ഇവിടുന്ന് അനീസ് വിളിക്കും, ചേട്ടാ ഇതിങ്ങനെയാണ് സംഭവം, ഇങ്ങനെയാണ് വാർക്കലിന് ഇത്ര പേര് ഉണ്ട്, ഇതൊക്കെ പറയുമ്പോഴത്തേക്കാണെങ്കിൽ ഞാൻ പറയാം വെയിറ്റ് ചെയ്യുന്നുണ്ട് ഇങ്ങനെ. അങ്ങനെയൊക്കെയാണ് ചെയ്തത്. അപ്പം പിന്നെ ഞാൻ കോളേജിൽ ഉദ്ഘാടനത്തിനൊക്കെ പോകുമ്പോൾ പിള്ളേർ പറയും ചേട്ടാ പൈസയൊന്നും ഇല്ല കേട്ടോ, ഞങ്ങൾ കുഴപ്പമില്ല എനിക്കൊരു 10 ഏക്കർ സിമെന്റ് എടുത്ത് തന്നായെന്ന് പറയും. അങ്ങനെയൊക്കെ പറഞ്ഞ് സാധനം ഞങ്ങൾ ഈ പറഞ്ഞ സമയം കൊണ്ട് തന്നെ വീടൊക്കെ ചെയ്ത് കൊടുത്തു. അപ്പോൾ സിനിമ ഇല്ല, അങ്ങനെയില്ല ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ആയിട്ട് മൊത്തം വീടിൻ്റെ ലോണും വണ്ടിയുടെ ലോണും ഇങ്ങനെയൊക്കെ പതിനെട്ടൊക്കെ ഒക്കെ കൂടി ഇങ്ങനെ കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുക. അപ്പം എനിക്ക് എൻ്റെ ഉള്ളിൽ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു, ചിലപ്പോൾ പാളാൻ സാധ്യത ഉണ്ടിട്ട് അത് ഞാൻ പറഞ്ഞു. ചേച്ചിക്ക് അന്നേരം ഇപ്പൊ ഇത്രയും ഒരു ഇതെടുത്ത് ചെയ്തപ്പോഴേ എപ്പോഴെങ്കിലും വേണ്ട ചേട്ടാ നമുക്കിത് നമ്മുടെ കയ്യിൽ ഒതുങ്ങുവോ, നമുക്കിത് നിർത്താൻ പറ്റാണ്ട് വരുവോ, അങ്ങനെ ഒരു ഇത് ചേച്ചിക്ക് തോന്നിയോ? പറഞ്ഞില്ല. അപ്പൊ ചേച്ചിയുടെ മനസ്സിൽ ആ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അല്ല അപ്പൊ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എന്തെങ്കിലും ഒരു ഇത് വരുവാണെങ്കിൽ. നോക്ക്, നമ്മുടെ കൂട്ടത്തിൽ തന്നെ നമ്മളെ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന എത്രയോ പേര് ഇന്നത്തെ കാലത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ സെൽഫിഷ് ആയിട്ടുള്ള ആൾക്കാരാണ് കൂടുതൽ. എല്ലാവരും നമ്മളൊക്കെ ഏതെങ്കിലും ഒരു പോയിന്റിൽ, ഞാൻ ഉൾപ്പെടെ നമ്മളെല്ലാവരും ഒക്കെ സെൽഫിഷ് ആയിട്ട് പലപ്പോഴും ചിന്തിക്കുന്ന ആ ഒരു സാഹചര്യത്തിലാണ് ഇവർ രണ്ടുപേരും ഒരു രീതിയിലും ഒരിത്തിരി പോലും ഇവർ സെൽഫിഷ് ആയിട്ട് ചിന്തിച്ചിരുന്നെങ്കിൽ ഇന്ന് ഈ പറയുന്ന വനജ എന്ന് പറഞ്ഞ അവർക്ക് ഈ വീടും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ലായിരുന്നു. ഇന്നിപ്പോൾ ചേച്ചിയുടെ കണ്ണിൽ നിന്ന് വരുന്ന ഇതുണ്ടല്ലോ, അതെന്റെ പൊന്നു ചേച്ചി, അത് ഒരുപാട് പേര് ഭയങ്കരമായിട്ടും അത് ഇത് ചെയ്യേണ്ട ഒരു ഇതാണ്. ഇത് ഞങ്ങൾ ആ സമയം എന്ന് പറഞ്ഞാൽ കൊണ്ടുപിടിച്ചു. ഞാൻ ആ സിനിമയായിട്ട് വന്ന സമയത്താണ്, അപ്പം നിറച്ച് പടങ്ങൾ വെക്കണ്ടേ. ആ സമയത്താണ് നമ്മൾ വീട് വെക്കണം. അത്ര നാളെ ഞങ്ങൾ 15 വർഷം അടക്കം താമസിക്കും. വീട് വെച്ച് കയറി എൻ്റെ അമ്മയുടെയും വൈഫിൻ്റെ അമ്മയുടെ എല്ലാവരും ആഗ്രഹം ഞങ്ങൾ എവിടെയും സെറ്റായി കാണാനായിട്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ഹാപ്പിയായി. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് വീടിൻ്റെ പരിപാടിയൊക്കെ തീർത്ത് താക്കോലൊക്കെ കൊടുത്തതിന് ശേഷമാണ് നമുക്ക് ഈ ലോൺ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, ഇത് അങ്ങോട്ടും കൂടെ അടക്കാനില്ല. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു. അല്ല എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിലപ്പോ ഇപ്പൊ എല്ലാവരും മാറിക്കളഞ്ഞപ്പോ നമ്മളെ കൊണ്ട് പറ്റാത്തൊരവസ്ഥ വരുവാണെങ്കിൽ ഞാൻ വീട് വിൽക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഓക്കെ, അങ്ങനെ നമുക്ക് അവരോട് പറയാൻ പറ്റില്ലല്ലോ ഞങ്ങളുടെ ഇനി പൈസ ഇല്ല, പണി നിർത്തി വെക്കണമെന്ന് പറയാൻ പറ്റില്ലല്ലോ. ആരൊക്കെ ഇട്ടിട്ട് പോയാലും നമുക്കത് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല. രശ്മി ചേച്ചിയുടെ ആ ഒരു വലിയൊരു സപ്പോർട്ടാണ്. രശ്മി ചേച്ചി ഒരിക്കലും ഒരു തവണയെങ്കിലും വേണ്ട ചേട്ടാ നമ്മളും ഇത് പെടുകയാണ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ സീരിയസ് ആയിട്ടുള്ള കാര്യത്തിന് ഞാനൊരു ക്രിക്കറ്റ് ടൂർണമെന്റ് നടത്തിയിട്ട് സ്പോൺസർ ചെയ്യാന്നൊരു സഹായിക്കില്ല എന്ന് പറഞ്ഞ അവസാനം ടൂർണമെന്റ് നടക്കുന്ന സമയം അത് ഇത്രയും പൈസ സ്വർണം കൊണ്ടുവന്നെ എൻ്റെ ചേട്ടാ ടൂർണമെന്റ് നടത്തണം എന്ന് പറഞ്ഞ ആളെ ഇയാള്. ഓ, അല്ലാതെ ഒരു തവണ പോലും നമുക്കൊരു ജീവിതമില്ലേ, നമുക്കും ജീവിക്കണ്ടേ എന്നുള്ള ഒരു സംഭവം ചേച്ചി പറഞ്ഞിട്ടില്ല? ഇല്ല, ഒരിക്കലും പറഞ്ഞിട്ടില്ല. ചേച്ചിയുടെ മനസ്സാണ് എന്റെ പൊന്നെ ചേച്ചി. ശരിക്കും അത് ഞാനിവിടെ സുരക്ഷിതമാണെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ശരിക്കും അത് അല്ല ചേട്ടാ, അത് എന്താ പറയാ, ഒരു ആനന്ദാശ്രമാണ് അത്. അതിപ്പം ഇത്രയും ചെയ്ത് കൊടുത്തതിന്റെ ഒരു ഇതും പിന്നെ എത്രയായാലും ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് വന്ന ഒരു നമ്മുടെ വീട്ടിൽ ചെയ്യണ പോലെ ഞങ്ങളുടെ സഹോദരങ്ങൾ ചെയ്യണ പോലെ ഞങ്ങൾ കണ്ടത്. കാരണം അതേപോലത്തെ ആ അവസ്ഥയും ആ ചേച്ചിക്ക് വയ്യ, വീടിന്റെ അവസ്ഥ, കുട്ടികളുടെ അവസ്ഥ, അത് +1 +2 പഠിക്കുമായിരുന്നു ആ സമയത്ത്.
അപ്പോൾ അവരുടെ അവസ്ഥ ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നെ പോലത്തെ ഒരാളെന്നുണ്ടെങ്കിൽ അങ്ങനെ ചിന്തിക്കുകയുള്ളൂ. അപ്പോൾ അതിന് പൂർണ്ണ സപ്പോർട്ടായിട്ട് എപ്പോഴും കൂടേണ്ട ആൾക്കാർ. അങ്ങനെയാണ് നമ്മൾ ഈ വീട് വെച്ച് കൊടുക്കുന്നതും. ഇതിന് വന്ന് ഫംഗ്ഷന് വീട് താക്കോല് കൊടുക്കുന്ന സമയത്താണെങ്കിലും സിദ്ദിഖ് സാറ്, ജിബുച്ചേട്ടൻ, വെള്ളിമങ്ങ ഡയറക്ടർ, ടിനിച്ചേട്ടൻ, പിഷ, അങ്ങനെ കുറേ ആർട്ടിസ്റ്റുകൾ തന്നെ ഉണ്ടായിരുന്നു, 10-15 പേര്. അതുപോലെ ഞാൻ ഒരാൾ സോഷ്യൽ കെ എസ് പ്രസാദ് ചേട്ടൻ പേരെടുത്ത് ഏത് ലക്ഷ്മി ആർട്ടിസ്റ്റ് ലക്ഷ്മി ഇല്ലേ, ലക്ഷ്മി, അങ്ങനെ കുറേ പേരുണ്ടായിരുന്നു. പക്ഷേ ഇതും ഞാൻ അന്നേരം അവിടെ വെച്ച് ഒരു സോഷ്യൽ മീഡിയയിൽ ഒന്ന് ഫോട്ടോ എടുത്തുവിടും ഒന്നും ഞാൻ ചെയ്തില്ല. ഞാൻ വന്നവരോടും പറഞ്ഞു നിങ്ങൾ ദൈവത്തോർത്ത് ചെയ്തിട്ടില്ല, ഇത് ഞങ്ങളുടെ ഒരു സന്തോഷമോ, അപ്പോൾ അത് ചെയ്താൽ. അപ്പോൾ സാറ് ഒന്നെല്ലാം ചെയ്ത് താക്കോലെ കൊടുത്തതിന് പോയതിന് ശേഷം ഞങ്ങൾ പിറ്റേ ദിവസം അവിടെ ചെന്ന് പാലൊക്കെ കാച്ചി അല്ലേ, പാലുകാച്ചെല്ലാം നമ്മൾ വൈകിട്ടാണ്. അല്ല, നമ്മള് പാല് കാച്ചുന്ന ടൈമിൽ ചെന്നിട്ടുണ്ടായിരുന്നു. അതെ, പാലുകാച്ചലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങിയത്. അപ്പം ഇത് ഈ ഇങ്ങനത്തെ ഒരു ആ സിറ്റുവേഷനിൽ ഇപ്പോഴത്തെ നിലവിൽ കലാകാരന്മാരുടെ അവസ്ഥയൊക്കെ പറഞ്ഞു വന്നപ്പോഴത്തേക്ക് ഞാനത് പറഞ്ഞതാണ്. ഞാൻ ഈ വീടൊന്ന് കാണിക്കുകയാണ് നമ്മുടെ പ്രേക്ഷകരെ. അത് നമ്മുടെ വീട്, നമ്മുടെ വീട്, നമ്മുടെ ഷായി ചേട്ടനും ചേച്ചിയും ഈ ഒരു ഐഡിയൽ കപ്പിൾ. ഇവര് ഒരുപാട് ആഗ്രഹത്തോടെ ഷായി ചേട്ടൻ്റെ ഇത്രയും വർഷം പ്രോഗ്രാം ചെയ്ത് നമ്മളെ കുറെ ചിരിപ്പിച്ചും സ്റ്റേജിലൂടെയും സിനിമയിലൂടെയൊക്കെ നമ്മളെ ഇങ്ങനെ ചിരിപ്പിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കിയെടുത്ത് ആ പൈസയിൽ നിന്നും ഇവർ ആഗ്രഹിച്ചുണ്ടാക്കി വെച്ച പനങ്ങാട് വെച്ച വീടാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത്. വീടിന്റെ പേരെന്തായിരുന്നു ചേച്ചി? ശ്രീവിനായകം. ചേച്ചിക്ക് ഓരോ നിമിഷവും ഇത് കാണുമ്പം ഇല്ല ഇതിൽ ഒരിക്കലും ഞങ്ങൾ അവര് ഹാപ്പി ആയിട്ട്, അതാണ് ഞങ്ങളുടെ സന്തോഷം. ഒരിക്കലും ഇല്ല. വീട് പോയെന്ന് വിചാരിച്ച എനിക്ക് ഒരു വിഷമമില്ല, ഒരിക്കലും വിഷമമില്ല, ഇപ്പോഴും ഇല്ല, സന്തോഷമുള്ളൂ. പിന്നെ ആ സമയത്തുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ ഓർത്തപ്പോ. ആരായിരുന്നു ചേച്ചി ശരിക്കും ആ ഒരു സമയത്ത് നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് നമ്മുടെ വീട് ഇത് നിങ്ങൾ ആഗ്രഹിച്ചു വെച്ചത്? ചേട്ടന്റെ മനസ്സിൽ എത്രയോ വർഷത്തെ ഒരു ആഗ്രഹത്തിൽ വെച്ച വീടായിരിക്കണം അല്ലേ? പക്ഷെ ഇത് പോയതിൽ സങ്കടപ്പെടില്ല, കാരണം അത് തീരാതെ വന്നാൽ ഞങ്ങൾക്ക് സങ്കടമായേനെ. അതെ, ആ വീട് അല്ല, ഞങ്ങൾ ആ ഒരു ധൈര്യത്തിലായിരുന്നു ചേട്ടൻ എന്നോട് പറഞ്ഞത്. ചിലപ്പോ നമുക്ക് ഇങ്ങനെ ചെയ്യേണ്ടി വരുമായിരിക്കും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ, എനിക്ക് പ്രശ്നമില്ല, ചേട്ടന്റെ ഇഷ്ടം എന്താന്ന് വെച്ചാൽ അതുപോലെ തന്നെ ചെയ്തോളാനായിട്ട്. ചേട്ടന്റെ ഭാഗ്യ ഇങ്ങനത്തെ ഒരു ചേച്ചിയും കൂടെ കിട്ടിയത്. എല്ലാം അത്ര സന്തോഷത്തോടെ അവർക്ക് താക്കോല് കൊടുത്ത പാലുകാച്ചലൊക്കെ ഞങ്ങൾ കൂടിയത്. ഞങ്ങളുടെ ഈ വീട് പോയത് പോകുന്നുള്ള ചിന്തപ്പാടൊന്നും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ അത്ര ഹാപ്പിയായിരുന്നു. ഇപ്പോഴും ഇല്ല. പക്ഷെ ആ താക്കോല് കൊടുത്തിട്ട് പിന്നെ ഞങ്ങൾ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടേ ഇല്ല. ഇപ്പോഴാണ് ഈ ഒരു ഇത് വന്നപ്പോ ഇതിങ്ങനെ ആയി, ഇങ്ങനെ ഇത്രയും ടോക്ക് ആയപ്പോഴത്തേക്കാണ് ഞങ്ങൾക്ക് പിന്നെ അങ്ങനെ കൂടുതലും നമ്മൾ പറഞ്ഞ അവർക്കും വിഷമാവില്ല. നമ്മൾ ചെയ്തിട്ട് അത് പറയണത് അതുകൊണ്ടാണ് പറഞ്ഞപ്പോ അവരോട് തന്നെ പറഞ്ഞു, പൂർണ്ണ മനസ്സോടുകൂടിയാണ് ഞങ്ങൾ ചെയ്തേക്കുന്നത്. പക്ഷെ അവര് അറിഞ്ഞിട്ടില്ല നിങ്ങൾ ഇങ്ങനെയാണ് അത് അവർക്ക് വീട് വെച്ച് കൊടുത്തെന്നുള്ള. വീട് കൊച്ചു കൊടുത്തതിന് ശേഷമാണ് നമുക്ക് ബാധ്യതകൾ വന്നത്. നമ്മുടെ വീടിന്റെ ലോണ്, കാറിന്റെ ലോണ്, ബാക്കിയുള്ള എല്ലാ സംഭവങ്ങളും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്ന്. അപ്പൊ പിന്നെ അത് വീട്ടാനായിട്ട് ഞങ്ങൾക്ക് ഇത് നിവൃത്തി ഉണ്ടായിരുന്നുള്ളൂ. ഇതാവുമ്പോ നമുക്ക് ആരോടും ചോദിക്കണ്ടല്ലോ, ഞങ്ങൾ തന്നെ ഉണ്ടാക്കി നമ്മുടെ സ്വന്തം അല്ലേ. ആ സമയത്ത് ഞങ്ങൾക്ക് വീട്ടിൽ വേറെ പ്രശ്നം കൂടി ഉണ്ടായിരുന്നു. വൈഫ് രശ്മിയുടെ അമ്മ, ഞങ്ങളുടെ അമ്മക്ക് വയ്യായിരുന്നു. ഓ, അപ്പൊ അമ്മ പിന്നെ അമ്മക്ക് ക്യാൻസർ ആയിരുന്നു. അപ്പൊ അതിന്റെ ട്രീറ്റ്മെന്റും എല്ലാം ഞങ്ങൾ അത് മൊത്തത്തിൽ ഇങ്ങനെ ഇതായിട്ട് നിൽക്കുകയായിരുന്നു. ഓ, ഓക്കെ. അപ്പൊ ഈ പറയുന്ന ഈ ഒരു മനോഹരമായ ഈ വീട് എന്നായിരുന്നു ഇത് വെച്ചത്? ഇത് ഇവിടെ 2016 ഒക്ടോബർ 20 അല്ലേ? എന്നിട്ട് ഇത് കൊടുത്തത് ഞങ്ങള് 4 വർഷം മുന്നേ. അപ്പൊ 2020 അല്ലേ? ഇതിന്റെ സത്യം പറഞ്ഞ ആ ഡേറ്റ് ഒന്നും ഓർമ്മയേ ഇല്ല. വീട് വിറ്റത് സാധാരണ നമ്മളിങ്ങനെ അയ്യോ ഫസ്റ്റ് നമ്മൾ വെച്ച വീടാണല്ലോ അത് വെക്കുമ്പോ അങ്ങനെയുള്ള യാതൊരു ചിന്തയും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. ഇപ്പോഴും ഇല്ല, വീടില്ല എന്നുള്ള ഒരു ബുദ്ധിമുട്ട് ഇതുവരെ തോന്നിയിട്ടില്ല. ഇപ്പോഴും അവരുടെ ആണെങ്കിലും നമ്മളത് താക്കോല് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ നമുക്കത് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. അവരുടെ ജീവിതം നമുക്കത് ചോദിക്കാം. അവര് പോലും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, കുട്ടികൾ പോലും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതെ, ഈ ഒരു വീഡിയോ ഇപ്പം അറിയാതെ ആണെങ്കിലും ഇന്റർവ്യൂ അങ്ങനെ അത്ര ആൾക്കാർ കാണാനില്ല. ഞാനത് ഈ ഒരു ആ പറഞ്ഞു വന്ന ഇതിലങ്ങ ഒരു ഫ്ലോയിൽ പറഞ്ഞതാ. അങ്ങനെയാണ് അത് പറഞ്ഞ് അത് ഇതായത്. അത് ഈ പറഞ്ഞ പാണ്ഡവാസ് എന്ന് പറഞ്ഞ നാടൻ പാട്ടുകാരി, അവര് പൂർണ്ണമായിട്ട് നമ്മളെ തന്നെ നമുക്ക് മാനസികമായിട്ട് സപ്പോർട്ടില്ലേ, അത് സുധി എന്നൊക്കെ പറഞ്ഞ നമ്മുടെ സുഹൃത്തുക്കളാണ്. അതല്ലാതെയും ഷായി ചേട്ടൻ നിങ്ങൾ പൊതുവെ ഇപ്പൊ ഇത് ഇങ്ങനൊരു വീട് വെച്ച് കൊടുക്കുന്നു എന്നുള്ളതിന് മുന്നേ തന്നെ ഇത് പെട്ടെന്ന് ഒരു ദിവസം ഉണ്ടാവുന്നതല്ല. ഇത് ഒരാളുടെ ക്യാരക്ടറിൽ ഉണ്ടാവുന്ന ഒരു ഇതാണ്, സവിശേഷതയാണ്. നേരത്തെ മുതലേ ആരെന്ത് സഹായിച്ചാലും അവിടെ കൊടുക്കുക, അവരെ അവിടെ ഹെൽപ്പ് ചെയ്യുക. അപ്പം ചേച്ചിയും നേരത്തെ തന്നെ ഇങ്ങനത്തെ ഒരു ആള്, ചേട്ടനും അങ്ങനെ തന്നെ ഒരാള്. അപ്പൊ നിങ്ങൾ ഇതിനു മുന്നേയും ഇത്തരത്തിലുള്ള പല സഹായങ്ങളും നിങ്ങൾ ചെയ്തിട്ടുണ്ടാവണം തീർച്ചയായിട്ടും. ഒന്നും പുറത്തിട്ട് മേടിച്ചിട്ട് സഹായം ചെയ്യൽ കുറവാ, ഒരാളുടെ പുറത്തുനിന്ന് കളക്ട് ചെയ്തിട്ട്.
അപ്പൊ അങ്ങനെ ചെയ്തേക്കണത് ഈ വീട് വെച്ചപ്പോഴത്തേനും ഇവർ ഈ പാണ്ഡവാസും ഇവരും തന്നേക്കണ ഒരു 15,000 പക്ഷെ നമ്മളെ കൊണ്ട് ഒറ്റയ്ക്ക് ചിലപ്പോൾ എല്ലാ കാര്യങ്ങളും പറ്റിയെന്ന് വരും. അതിന് നമുക്ക് ഇത്തരത്തിലുള്ള സഹായം കൂടെ കിട്ടിയാലല്ലേ നമുക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുക ചേട്ടാ. അല്ല, അങ്ങനെ ചെയ്തു വരുമ്പോഴത്തേക്ക് നമുക്ക് പല ആൾക്കാരും കമ്മിറ്റ്മെന്റ് ആവും, പലതും പറയേണ്ടി വരും, പല ആൾക്കാരും ഇതാകുമ്പോൾ നമ്മൾ മുടക്കി നമ്മൾ ചെയ്തു, അത്രേ ഉള്ളൂ. അല്ലാതെ പിന്നെ നമ്മുടെ എന്താ ഉള്ളതെന്ന് നമ്മുടെ ഔട്ട്പുട്ട് കല കൊണ്ട് ചെയ്തു കൊടുക്കാൻ പറ്റുക ചെയ്യും. അത് അങ്ങനെ ഈ പഴന്തോട്ടം എന്ന് പറഞ്ഞ സ്ഥലം, പഴന്തോട്ടത്ത് അത് അവിടെ നമ്മുടെ സുമേഷ് ചന്ദ്രനല്ലേ ആർട്ടിസ്റ്റ്, അവൻ ചേട്ടൻ സുഭാഷ് എന്നെ വിളിച്ചിട്ട് ചേട്ടൻ ഇങ്ങനെ കുട്ടിക്ക് വയ്യ അവിടെ വന്ന് നമുക്ക് ഷോ ചെയ്ത് കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അങ്ങനെ ഇവർ വന്ന് പിറ്റേ ദിവസം അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് എല്ലാവരും കൂടി വീട്ടിൽ വന്ന് ഇന്ന് സംസാരിച്ച് ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ വരാം, നമുക്ക് ഷോ ചെയ്യാം, മാക്സിമം പറ്റാവുന്ന ആർട്ടിസ്റ്റുകളെ കൊണ്ട് ഷോ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഷോ ചെയ്തിട്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ ഷോ ചെയ്തിട്ട് 10,000 രൂപ കിട്ടിയുള്ളെങ്കിലും എനിക്ക് ആ സ്പോട്ടിൽ വെച്ച് സ്റ്റേജിൽ വെച്ച് ഇൻട്രോ എല്ലാം തന്നെ എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവർ സംഭവം പരിപാടി നടത്തി ഒത്തിരി ആർട്ടിസ്റ്റുകൾ വന്ന് വിളിക്കുന്നവരൊക്കെ ഹാപ്പി ആയിട്ട് ഓടി വന്നത്. എല്ലാവരും വന്ന് വലിയ ഹെവി ഷോയാണ് ചെയ്തിട്ട് ഇൻട്രോയിലായപ്പോഴത്തേക്ക് ഇവർ 5 ലക്ഷമോ 7 ലക്ഷമോ 7 ലക്ഷമെന്ന് തോന്നണം എൻ്റെ അടുത്ത്. എനിക്ക് തോന്നണം കൃത്യമായിട്ട് അവർ ആ കറക്റ്റായിട്ട് ആ ഇൻട്രോൾ ടൈമിൽ എൻ്റെ കൊണ്ടുതന്ന് അത് ആ കുട്ടിയുടെ അച്ഛൻ്റെ കൊടുത്ത്. ഇതിന് ശേഷം ഒരു 3 ദിവസം കഴിഞ്ഞപ്പോൾ അവരെന്നെ വീണ്ടും വിളിച്ച് ഷോ കഴിഞ്ഞിട്ട് ചേട്ടാ ഒരു 3 ലക്ഷം കൂടി കിട്ടിയിട്ടുണ്ട്, അപ്പം അത് ചേട്ടൻ വന്നാൽ നമുക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് ഞാൻ വരേണ്ട കാര്യമില്ല, കാരണം അത്രയും നല്ലൊരു സംഘാടക സമിതി ഞാൻ കണ്ടിട്ടില്ല. അപ്പം എന്നെക്കാളും അത് കൊടുക്കാൻ യോഗ്യത ഉള്ളവർ അവർ തന്നെ. അപ്പോൾ അവർ നിങ്ങൾ തന്നെ ഏറ്റവും കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ കൊടുത്ത ആ കുട്ടിയുടെ ഓപ്പറേഷൻ കഴിഞ്ഞ് കുട്ടി രക്ഷപ്പെട്ട് അത് കഴിഞ്ഞിട്ട് തിരിച്ച് കുട്ടിയുടെ ബർത്ത്ഡേക്ക് ഞങ്ങൾ രണ്ടുപേരും കൂടി ചെന്ന് കുട്ടിക്ക് സമ്മാനമൊക്കെ മേടിച്ചു കൊണ്ട് കൊടുത്ത് അവരുടെ കൂടെ ഇരുന്ന് എല്ലാം കൂടി തിരിച്ചു പോന്നു. ഇപ്പം ഞങ്ങൾ കുട്ടി എവിടെ എന്താണെന്നൊന്നും ആലോചിക്കണില്ല, അത് ആ പാർട്ട് അവിടെ കഴിഞ്ഞ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ചെയ്യുന്ന ഈ സഹായങ്ങൾ എപ്പോഴും ഇരുകൈ അറിയരുതെന്നും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ മറ്റവരിൽ ഈ കൊടുക്കുന്നവരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതെയാണ് നിങ്ങൾ ഈ കൊടുക്കുന്നതെല്ലാം. അത് നമ്മളങ്ങനെ ഒരിക്കലും അവർക്ക് ഉണ്ടെങ്കിലും നമ്മളവരെ സഹായിക്കേണ്ട കാര്യമുണ്ടോ? അപ്പൊ അതൊരിക്കലും പ്രതീക്ഷിച്ചില്ല. പക്ഷേ കൊടുത്തിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ പാലാരോട്ടത്ത് ഞാനും ഈ പറഞ്ഞ അനീസും ഞങ്ങളും കൂടി പോകുന്ന സമയത്ത് രാത്രി 12 മണിയപ്പോൾ അമ്മയും മോനും നിൽക്കുക. അപ്പോൾ ഇവർ ചോദിച്ചു വൈറ്റിലയിൽ ഇറക്കുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ എന്താ വൈറ്റില ഇറക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ നിന്ന് വൈറ്റിലേക്ക് പോകുന്ന വഴി ഞാൻ ഇവരോട് ചോദിക്കും നിങ്ങൾ എവിടെയാ എന്താ എങ്ങനെ ഇവിടെ റോട്ടി വന്നത് എന്താ? ചേട്ടാ ഞങ്ങളിവിടെ എറണാകുളത്തൊരു ഹോസ്റ്റലിലാണ് താമസിക്കുന്നത്, അമ്മയും ഞാനും. അപ്പോൾ അവിടെ നിന്ന് ഇറക്കി വിട്ടു, പൈസ കൊടുക്കാതെ ഇറക്കി വിട്ടു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞ ഇറക്കി വിട്ടുന്ന എന്താ വാടക കൊടുത്തിട്ടില്ല എന്ന്. വയറ്റിലേക്ക് കൊണ്ടുവന്ന് ഇറക്കിയിട്ട് ഞാൻ അവരോട് പറഞ്ഞു അവിടെ എത്ര വാടക കൊടുക്കണ്ടേന്ന് ചോദിച്ചു. അപ്പം അത് ആദ്യം ഞാൻ അനീസിനോട് ചോദിച്ചു നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോയാലെന്ന് ചോദിച്ചു ഇവരാ. അപ്പോൾ അനീസ് പറഞ്ഞു അതൊന്നും വേണ്ട ശരിയാവില്ല എന്ന് പറഞ്ഞു. ഇവന് അങ്ങനെയുള്ള കാര്യങ്ങൾ പെട്ടെന്ന് കിട്ടുവിന്, അതൊന്നും വേണ്ട അതൊന്നും ശരിയാവില്ല എന്താണെന്ന് അറിയണം വീട്ടിൽ കൊണ്ടുപോകണമെന്ന്. പക്ഷെ അപ്പോഴും എൻ്റെ മനസ്സിൽ വീട്ടിലേക്ക് കൊണ്ടുവരാൻ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു മുറി മതിയല്ലോ, വേറെ മുറി കിടക്കുന്നില്ല. അപ്പോൾ വയറ്റിലേക്ക് കൊണ്ടുവന്നിട്ട് ഞാൻ ഈ പയ്യനോട് അവിടെ എത്ര കൊടുക്കണ്ടേന്ന് വെച്ചാൽ അപ്പോൾ എത്ര രൂപ കൊടുക്കണം വെച്ചു. അത് കൊടുത്തു. ഒരു ഓട്ടോറിക്ഷ ഭക്ഷണം കഴിക്കാനുള്ള പൈസ കൊടുത്തു. ഒരു ഓട്ടോറിക്ഷക്കാരൻ അവിടെ കിടപ്പനാണ്. ഓട്ടോറിക്ഷക്കാരനോട് ചോദിച്ചു വിടും വരെ പോകാൻ എത്രയാവട്ടാന്ന് വെച്ചു. ഓട്ടോ ചേട്ടനും പൈസ കൊടുത്ത് കറക്റ്റായിട്ട് ഇവർ അവിടെ എത്തിച്ചേക്കണം ഓട്ടാന്ന് പറഞ്ഞു. പോയി പിറ്റേ ദിവസം ഒരു കോള് വന്നു അനീസിന്, നമ്പറും കൊടുത്തു. ഞാൻ എന്താവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചോട്ടാന്നും പറഞ്ഞു. വിളിച്ച് അനീസ് ഫോൺ എടുത്തപ്പോൾ പറഞ്ഞാൽ എനിക്ക് ഷാജിയായിട്ടും സംസാരിക്കണമെന്ന് തന്നെ. അപ്പം എന്താന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞാൽ എൻ്റെ മോൻ്റെ കാര്യം സംസാരിക്കാനാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിളിച്ചോളാൻ പറഞ്ഞിട്ട് ഞാൻ വിളിച്ച് ഫോണെടുത്ത് ഹലോ എന്ന് പറഞ്ഞപ്പോൾ മോൻ്റെ കാര്യം സംസാരിക്കാൻ. ഞാൻ എന്താ മോൻ എന്ത് പറ്റിയെന്ന് വെച്ച് അവന് സിനിമയിലൊക്കെ അഭിനയിക്കാൻ നല്ല ഇതുള്ളവനാണ്, അവനൊന്ന് സിനിമയിൽ അഭിനയിക്കണമെന്ന്. ഞാൻ പറഞ്ഞു അതെല്ലാം നമുക്ക് എന്തെങ്കിലും നല്ലൊരു ജോലി അവന് കിട്ടുകയാണെങ്കിൽ സിനിമയൊക്കെ എന്ന് പറഞ്ഞാൽ കുറേ നാൾ കഷ്ടപ്പെട്ട് ഇങ്ങനെയൊക്കെ നടക്കേണ്ടി വരും, ഒരു ജോലി വേണമെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ആരും പറഞ്ഞ് ഞാൻ ശരിയാക്കി കൊടുക്കാമെന്ന് പറഞ്ഞു. എൻ്റെ മോനെ അങ്ങനെ പണിക്ക് പോകേണ്ടവനൊന്നും അല്ല, നീ ആരുടെ പട്ടിയെന്ന് എന്നോട്. എൻ്റെ മോനെ ജോലിക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല, ഞങ്ങൾക്ക് അതിന് മാത്രം ഭൂസ്വത്തും കാര്യങ്ങളൊക്കെ ഉള്ളതാ. തെറി ഞാൻ കട്ട് ചെയ്തിട്ട് മാറ്റി വെച്ച്. പിന്നെയും കോൾ വന്നു ഞാൻ അനീസിൻ്റെ അടുത്തോട്ട് നീക്കി വെക്കും, അനീസ് എൻ്റെ അടുത്തോട്ട് നീക്കി വെക്കും, എടുക്കാൻ പേടിയാ. അപ്പം അങ്ങനത്തെ അനുഭവങ്ങളും കിട്ടിയിട്ടുണ്ട്. സഹായിക്കാൻ പോയിട്ട് അങ്ങനെയുള്ള അനുഭവങ്ങൾ അതെ, തലേദിവസം രാത്രിക്ക് കണ്ട മുഖമാണോ പിറ്റേ ദിവസം സിനിമയിൽ അഭിനയിക്കണ്ട മോനെ ഞാൻ എന്തെങ്കിലും ജോലി മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞു എവിടെയെങ്കിലും. അപ്പൊ നമ്മളൊരു തുണിക്കടയിലാണെങ്കിൽ പറഞ്ഞ് നമുക്ക് അവനെ കയറ്റാം, അമ്മക്ക് ഹോസ്റ്റലിലെ പൈസ കൊടുക്കുക, ഇതൊക്കെയായിരുന്നു കാഴ്ചപ്പാട്. പക്ഷേ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവരങ്ങ് ഞാൻ ഇപ്പൊ പറഞ്ഞല്ല ലാംഗ്വേജ്, ഞാൻ ആ ഫസ്റ്റ് സ്റ്റാർട്ടിങ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ദൈവമേ, ഇങ്ങനെയും ആൾക്കാരല്ലേ. എന്നാ തലേദിവസം രാത്രിക്ക് അവർക്ക് ഇത്ര സ്മാർട്ട്നെസ്സോ ഇത്ര ഇതും ഉണ്ടായിരുന്നെങ്കിൽ അവർ അന്ന് വഴി കിടക്കേണ്ട അവസ്ഥ വരില്ലായിരുന്നല്ലോ. അതിനുശേഷം ഒരു ദിവസം ഞങ്ങൾ എവിടെയോ ഫുട്ബോൾ ടൂർണമെന്റ് കഴിഞ്ഞിട്ട് വന്ന വഴി വൈക്കിലിൽ ഹോട്ടലിൽ കയറുമ്പോൾ ഈ രണ്ടുപേരും കൂടി വന്നേക്കണ്. നിങ്ങൾ അവിടെ ഉണ്ടെന്ന് അറിഞ്ഞു വന്നാണോ? ഇല്ല, ഞങ്ങളെ കണ്ടില്ല, യാദർശികമായിട്ട് കണ്ടപ്പോ ഒന്ന് ഇങ്ങനെ ഞെട്ടി പരിങ്ങി. അപ്പൊ ഞാൻ ഈ പയ്യനെ വിളിച്ച് മാറ്റി നിർത്തി. അപ്പൊ ഞാൻ ചീത്ത പറയാൻ പോകുന്ന ഓർത്തിട്ട് വേണ്ട വേണ്ട വേണ്ട. ഞാൻ പറഞ്ഞു എടാ നീ എന്തെങ്കിലും ഒരു ജോലി ചെയ്തിട്ട് അമ്മേനെ കൊണ്ട് സുഖമായിട്ട് എവിടെയും സെറ്റായി ജീവിക്കുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ഹോട്ടലിൽ പുള്ളി പറഞ്ഞ് അത് കുഴപ്പമില്ല അവര്. ഞാൻ പറഞ്ഞു എന്തെങ്കിലും കുറച്ചുകൊണ്ട് എന്നെ വിളിക്കരുത് കിട്ടാന്ന് പറഞ്ഞു. ഞങ്ങള് വീട്ടിലെത്തി കിടക്കാൻ നേരത്തെ വിളിച്ചു ചേട്ടാ പ്ലേറ്റ് ഒക്കെ തല്ലി പൊട്ടിച്ചിട്ട് പോയിരുന്നു. ഹോട്ടലുകാരെ എന്നെ വിളിച്ചേക്കണ് ബില്ല് ചോദിച്ചതിന്. അപ്പൊ
അതാ അത് ചില ആൾക്കാരാണ് എനിക്ക് ഒന്നത് നോർമൽ അല്ലാന്ന് തോന്നുന്നു. അതാ അല്ല എന്നാലും നമ്മളെ സഹായിക്കാനായിട്ട് നിങ്ങൾ ഇത്രയും വലിയ ഇത് ചേട്ടൻ അതൊക്കെ എന്തൊക്കെയോ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞപ്പോഴേ അവിടുത്തെ ഇപ്പുറത്തെ അവരുടെ സൈഡില് ഹോസ്റ്റലിലെ പൈസ മുഴുവൻ ഞാൻ കൊടുത്തു. അതാ പറഞ്ഞേ, അത് കൊടുത്തേക്കണം, ഓട്ടോക്കാരന്റെ പൈസ കൊടുത്തു, അത് ഒരു നാളല്ലാണ്ട് അവര് ഫുഡ് വാങ്ങിക്കുകയും കഴിക്കാൻ ചെയ്തു. സെപ്പറേറ്റ് പൈസ കൊടുത്തു. അതാ പറഞ്ഞ എല്ലാം വാങ്ങി കഴിഞ്ഞിട്ട് തിരിച്ച് അഹങ്കാരത്തിൽ ഇങ്ങനെ. അപ്പൊ നമ്മുടെ സമൂഹത്തിലത്തെ ആൾക്കാരുടെ ഇതല്ലേ, നമ്മള് നല്ലത് കിട്ടിയാലും അത് അവർക്ക് തിരിച്ചൊരു നന്ദി ഉണ്ടാവില്ല. പക്ഷെ ഇപ്പൊ ഷാജേട്ടൻ ഇതിനു മുമ്പ് ഇപ്പൊ ഈ കൊടുത്തിരിക്കുന്ന ആൾക്കാരെല്ലാം ശരിക്കും ഇത് അർഹിക്കുന്നവരാണെന്ന് ഇതിപ്പോ തന്നെ ഇപ്പത്തെ ഒരു അനുഭവം തന്നെ ഷാജേട്ടൻ അവർക്ക് അർഹിക്കുന്നവരാണെന്ന് ശരിക്കും മനസ്സിലാക്കാതെ അവരുടെ അവസ്ഥ കണ്ടിട്ട് കൊടുക്കുക ചെയ്തത്. അല്ലാതെ നമ്മൾ ഒരിക്കലും അതിന്റെ ഉള്ളിൽ കയറി നോക്കിയിട്ട് ഇവര് എങ്ങനെയുള്ള ആൾക്കാരാണ്, അവര് ജെനുവിൻ ആണോ, അവർക്ക് ഇതിന്റെ ആവശ്യമുണ്ടോ, നമുക്ക് പൂർണ്ണ ബോധ്യമായതുകൊണ്ടാണ്. അപ്പൊ നേരത്തെ നിങ്ങൾ ഈ വീട് വെക്കുന്ന സമയത്ത് നിങ്ങളുടെ കൂടെ തുടങ്ങിയ സമയത്ത് കുറെ സംഘാടകരും കമ്മിറ്റി മെമ്പേഴ്സും ഇവരൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവരൊക്കെ അങ്ങ് പോയല്ലോ. ഇവരൊക്കെ പിന്നീട് എപ്പോഴെങ്കിലും ഇവര് ഷാജേട്ടൻ ഇങ്ങനെ സഹായിച്ചു എന്ന് അറിഞ്ഞപ്പോൾ അവർ പിന്നീട് എപ്പോഴെങ്കിലും എത്തിയോ? ഇല്ല, ഇത് ലാസ്റ്റ് ടൈം ആയപ്പോ നമ്മള് താക്കോല് കൊടുക്കണം. ഞാൻ ഇവരാരോടും പറഞ്ഞില്ല, ആരോടും പറഞ്ഞില്ല. ഷാജേട്ടനായിട്ട് ഇത് മുന്നോട്ട് പോവാണെന്നുള്ള കാര്യം. അല്ല, ഞാൻ തന്നെ ചെയ്ത് തീർത്തിട്ട് താക്കോല് കൊടുത്തു പറഞ്ഞു. ഞാൻ ആരോടും പറഞ്ഞില്ല, അവരാരും ക്ഷണിച്ചില്ല അന്നത്തെ താക്കോല് കൊടുക്കുന്ന സമയത്ത്. അത് ഈ പറഞ്ഞ പാണ്ഡവാസിലെ എൻ്റെ സുഹൃത്തുക്കളും അവരും പിന്നെ അതുപോലെ തന്നെ കുറച്ച് വേണ്ടപ്പെട്ട ആൾക്കാർ, എൻ്റെ സഹോദരങ്ങൾ, യെച്ചുൻ്റെ സഹോദരങ്ങൾ, അങ്ങനെ എല്ലാവരും കൂടി വന്നിട്ടാണ് ഞങ്ങളിത് കൊടുത്തത്. അപ്പോൾ കൊടുക്കുന്നതിന് മുമ്പ് ആ വീട്ടിലെ ചേട്ടൻ എന്നോട് പറഞ്ഞു, ചേട്ടാ അവർ ആദ്യം ആ കൂപ്പൺ വിറ്റ പൈസ എൻ്റെ കൊണ്ടുവന്ന് ഏൽപ്പിച്ചിട്ടുണ്ട്, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന്. ആദ്യത്തെ 1-2 ദിവസമായിട്ട് പിരിവിന് പോയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് ആ പൈസയുടെ ആവശ്യമില്ല, പൈസ എൻ്റെ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നിങ്ങൾ എന്താ ചെയ്തു എന്ന് പറഞ്ഞു. ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഇതുമായിട്ട് നടന്നിട്ടുള്ളൂ. പിന്നെ ഞാൻ ചോദിച്ചില്ല, പിന്നെ ഞാൻ എല്ലാവരും കാണുമ്പോൾ പൈസ അവർക്ക് കൊടുത്തോ, ഇനി തിരിച്ച് പിരിച്ചു വിടുത്ത ആൾക്കാർക്ക് കൊടുത്തോ, അതൊന്നും ഞങ്ങൾക്ക് അറിയില്ല. എനിക്കിതൊന്നും അറിയണ്ടെന്ന് പറഞ്ഞു. കാരണം നമ്മൾ അപ്പോഴേക്കും നമ്മുടെ പണി എങ്ങനെയാണെങ്കിലും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് വന്നതാണ് നമ്മൾ അടിയിൽ പോയത്. അത് നമ്മൾ അവരെ അറിയിക്കേണ്ട കാര്യമില്ലല്ലോ. അത് നമുക്ക് പറ്റിയ ഒരു സംഭവമാണ്. അത് ചിലപ്പോ അതൊരു നിയോഗമായിരിക്കും. എന്താ എന്നാലും എത്രയാന്ന് പറഞ്ഞാലും ഈ വീടിന്റെ പേരെന്തായിരുന്നു ചേട്ടാ? ശ്രീ വിനായകം. അതാ പറഞ്ഞ എത്രയോ വർഷത്തെ മനസ്സാഗ്രഹിച്ചു വെച്ച ഈ ശ്രീ വിനായകം വേറെ ഒരു എന്താ പറയാ, നിങ്ങൾക്ക് ആകെ താമസിക്കാൻ പറ്റിയത് 4 വർഷമാണ്. ആ 4 വർഷത്തിന് ശേഷം ഇത് വേറെ കുറെ നല്ല പ്രവൃത്തികൾക്കായിട്ട് നിങ്ങൾ മനസ്സറിഞ്ഞ് അതങ്ങ് കൊടുത്തു. മനസ്സ് 100% സംതൃപ്തിയോട് ഞങ്ങളുടെ ആളാണ് വിനായകൻ. ഇനി ഇതിനെക്കാട്ടിലും നല്ലൊരു വീട് നിങ്ങൾക്ക് വെക്കാൻ പറ്റും. ആളെല്ലാം തരും. അതെ, പുറകെ കൂടെ കൃഷ്ണനുണ്ട്, ഗണപതി ഉണ്ട്, എല്ലാരും ഉണ്ട്, കൂടെ മാതാവും ഉണ്ട്. ഇസ്രയേലിലെ മാതാവെന്നാണ്. അപ്പൊ ഒരാളൊന്നൊക്കെ ഉറങ്ങി പോകുന്ന സമയത്ത് മറ്റാളെ വിളിച്ചെണീപ്പിച്ച് പിന്നെ നമുക്ക് മുസ്ലിംസിന്റെ ഭാഗത്തുനിന്നുണ്ട് അനീസ്, അവന്റെ പ്രാർത്ഥന മൊത്തം ഞങ്ങൾക്കുണ്ട്. അപ്പൊ മതമൈത്രിയാണ് അവിടെ അല്ലേ? അങ്ങനെ മതമൊന്നുമില്ലല്ലോ. അതാ പറഞ്ഞത്. എന്തായാലും നമ്മൾ അതൊക്കെ ഒരു വിശ്വാസമല്ലേ അല്ലേ? നമുക്ക് അങ്ങനത്തെ ഒരു ആ ഒരു പവറിനെയാണ് നമ്മൾ എല്ലാവരും ഇതാ. അത് ചിലര് നമ്മൾ ഹിന്ദു ആയിട്ടും ചിലര് ക്രിസ്ത്യനായിട്ടും മുസ്ലിമായിട്ടും കാണുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇതെല്ലാം ദൈവം ഒന്നേ ഉള്ളൂ എത്രയാന്ന് പറഞ്ഞാലും. അതെ അതെ, നമ്മൾ ദൈവത്തിനെ എന്നോട് ചോദിച്ചു. കഴിഞ്ഞ ദിവസം ഒരാൾ ചോദിച്ചു, ചന്ദനമൊക്കെ തൊട്ടേക്കൊണ്ട് ദൈവവിശ്വാസിയാണല്ലോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ അതെ ദൈവവിശ്വാസിയാണ്. ദൈവം ഉണ്ടോന്ന് ചോദിച്ചു. അമ്മ ഉണ്ടെന്ന് പറഞ്ഞു. തെളിയിക്കാൻ പറ്റുമോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ ചേട്ടന്റെ അച്ഛന്റെ പേരെന്താന്ന് ചോദിച്ചു. അപ്പൊ ഭാർഗവൻ എന്ന് പറഞ്ഞു. ആ അച്ഛന്റെ പേരെന്താന്ന്, അതിന്റെ അച്ഛന്റെ പേരെന്താന്ന് ചോദിച്ചു. അപ്പൊ വേറൊരു പേര് അതിന്റെ അച്ഛന്റെ പേരെന്താന്ന് ചോദിച്ചു. അതെനിക്കറിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരാളുണ്ടായിരുന്നെന്ന് പറഞ്ഞു. ഉണ്ടായിരുന്നു, തെളിയിക്കാൻ പറ്റുമോന്ന് ചോദിച്ചു. അങ്ങനെ പറഞ്ഞ പുള്ളി അവസാനം ഇത് കഴിഞ്ഞ പുള്ളിക്കാരൻ എന്നെ പോന്നിട്ട് താനെന്താ വർത്താനം. അല്ല, വിശ്വാസം കൊണ്ട് നമ്മൾ ക്ഷേത്രത്തിൽ പോയിട്ട് ആ കുത്തിവെച്ച് അങ്ങനെ വിഗ്രഹം നോക്കിയിട്ട് അല്ലെങ്കിൽ ഇതിന്റെ ഉള്ളിൽ നമ്മളൊരു പവർ കാണുന്നുണ്ട്. അത് എല്ലാത്തിലും ഉണ്ട്. അതാ പറഞ്ഞ അത് നമ്മൾ ഹിന്ദുക്കൾ ഇങ്ങനെ, ക്രിസ്ത്യൻസ് അങ്ങനെ, മുസ്ലിംസ് ഓരോ മതക്കാരും അതിന്റെ കാണുന്നത്. എല്ലാ പള്ളിയിലും പോകും. കാഞ്ഞിരൂറ്റം പള്ളിയിൽ പോകും, വേളാങ്കണ്ണി പോകും. ഞാൻ ഈ മുട്ടിലേഴയുള്ള നേർച്ചയുണ്ട് ഞങ്ങൾക്ക് വേളാങ്കണ്ണിയിൽ. ആഹാ, 2 പേർക്കും. എല്ലാവരും ഇന്നിപ്പോൾ എന്തെങ്കിലുമൊക്കെ നമ്മുടെ സമൂഹത്തിലെ കലാമിറ്റീസ് വരുമ്പോൾ ഇന്നിപ്പോൾ സഹായകരണങ്ങളായിട്ട് ഒരുപാട് പേരുണ്ട്, ഒരുപാട് പേര് സഹായിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ബർത്ത്ഡേയും നമ്മുടെ വീട്ടിലെ ആഘോഷങ്ങളുടെ സമയത്ത് എല്ലാവരും ഓർഫനേജിൽ പോയി ആ കുട്ടികൾ അവിടെ ഉള്ളവർക്കും അനാഥാലയത്തിലും എല്ലായിടത്തും പോയിട്ട് അവർ ഭക്ഷണം കൊടുക്കുക, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അല്ലെങ്കിൽ ചിലർ കുട്ടികളുടെ വിദ്യാഭ്യാസം ഏറ്റെടുത്തി അത് നടത്തുക. അങ്ങനത്തെ ഒരുപാട് നന്മകൾ ചെയ്യുന്ന മനുഷ്യരും നമ്മുടെ സമൂഹത്തിലുണ്ട്. അതേപോലെ തന്നെ എന്താ പറയുക, നമ്മൾ ഇപ്പോഴത്തെ നമ്മുടെ ഇപ്പം മീഡിയയിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന സിനിമാക്കാരെ മൊത്തത്തിൽ അങ്ങനെ നിങ്ങൾ ഒരിക്കലും ഇതാക്കി തള്ളി പറയരുത്. ഞങ്ങൾക്കൊണ്ട് കുറെ അമ്മമാര് ഇവിടെ പനങ്ങാടുണ്ട്. അവിടെ ഓണം ക്രിസ്മസ് ഒക്കെ ഞങ്ങൾ അവരുടെ കൂടെ എല്ലാം കൂടുതലും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കലും, മെഡിസിൻ ആവശ്യപ്പെടും മെഡിസിൻ കൊടുക്കും. പിന്നെ അവർക്ക് മുയലിന്റെ ഒരു ഫാം പോലെ ചെറിയ രീതിയിൽ ഞങ്ങൾ സെറ്റ് ചെയ്ത് കൊടുത്ത്, അപ്പൊ അവര് തന്നെ കഴിക്കണം. അത്
ആഹാ. അമ്മമാർക്ക് അവിടെ പ്രായയുടെ അമ്മച്ചിമാരുണ്ടല്ലോ. അപ്പൊ ഞങ്ങൾ കുറച്ച് മുയലിനെ സിസ്റ്റർക്ക് മേടിച്ചു. അവിടെ മദറായിട്ട് ഞങ്ങള് ഇപ്പൊ കുറച്ച് നാളായിട്ട് മദറായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാതുള്ളൂ. കാരണം ഞങ്ങൾ ഇങ്ങനെ ഓട്ടത്തോട് ഓട്ടമായിരുന്നല്ലോ വീട്ടിൽ നിന്ന് വീട്ടിലേക്ക് അങ്ങനെ. അപ്പൊ അതൊക്കെ അതിനിപ്പോ ഓണത്തിന് ഫുഡും കൊണ്ട് ചെന്ന് ഞങ്ങള് കൊടുത്ത് അമ്മമാർക്ക്, ഈ ഓണത്തിനല്ല. അപ്പൊ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനും അത് ഞങ്ങൾക്കൊരു കാറ്ററിംഗുകാർ തന്നാ അല്ലേ, കാറ്ററിംഗുകാർക്ക് ഞങ്ങൾ ഓണസദ്യ പൂർണ്ണശ്രീ കാറ്ററിംഗ് തന്നെ. അപ്പൊ ഇതെന്ത് ചെയ്ത് അന്ന് ഞങ്ങളുടെ അമ്മമാർക്ക് കൊടുക്കുക, നിങ്ങൾ കുറച്ചുകൂടെ കൂടുതൽ വരാൻ പറഞ്ഞു. അങ്ങനെ അമ്മമാർക്ക് കൊണ്ട് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ ഇങ്ങനെ കട്ടൻ ചായ പിടിച്ചോണ്ടിരിക്കുക, സിസ്റ്റർമാര് ഇവിടെ തെലുങ്ക് അങ്ങനെ ടീമൊക്കെ. അപ്പൊ ഷാജി ചേട്ടാ അന്ന് എന്നെ വിളിക്കണത്, ഷാജി ചേട്ടാ എനിക്കൊരു വഞ്ചി മേടിച്ചു തരുമോ? ഞാൻ വഞ്ചിയാ എന്തിനാ, തൊട്ട് വാക്കിയ പോഴേ ഞങ്ങൾ പോയി മീൻ പിടിക്കാനാന്ന് വഞ്ചിയിൽ. ഞാൻ പറഞ്ഞു നിങ്ങൾ സിസ്റ്റർമാര് വഞ്ചി പോയി മീൻ പിടിക്കാനാ? വഞ്ചി ഇല്ലാത്തോണ്ട് ഇപ്പൊ ഞങ്ങൾ ഇറങ്ങിപ്പോയാ പിടിക്കണെന്ന്. അവിടുത്തെ മദറും മദറിന്റെ കൂടെ നിൽക്കുന്ന കന്യാസ്ത്രീമാരൊക്കെ ഉണ്ടാവുമല്ലോ, അവരൊക്കെ കൂടി പള്ളിയുടെ മര്യാലയത്തിന്റെ തൊട്ടടുത്ത് തന്നെ പുഴയാണ്. ആ പുഴയിൽ അവര് ഇറങ്ങിയിട്ട് മീൻ പിടിക്കും, എന്നിട്ട് അത് അമ്മച്ചിമാർക്ക് വെച്ച് കൊടുക്കും. എന്നിട്ട് വീട്ടിൽ വന്നിട്ട് ഞങ്ങൾ ഒരു വീട്ടു വാടക താമസിക്കായിരുന്നു നിങ്ങൾ പോകുന്നതിന് മുമ്പ്. ആ വീട്ടിൽ ഫ്രണ്ടിൽ ഒരു ടാങ്ക് ഉണ്ട്. അപ്പൊ അതിൽ ഞാൻ മീനിനെ മേടിച്ചിട്ട് വളർത്തുക, വെറുതെ നമ്മുടെ ഒരു ഇഷ്ടം. അപ്പൊ ഈ അമ്മമാരെല്ലാരും കൂടി വണ്ടിയായിട്ട് വന്നു പറഞ്ഞ് അവിടെ എന്താ കറി എന്ന് വെച്ചപ്പോ അന്ന് പച്ചക്കറിയാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു മീൻ പിടിച്ചു തരട്ടെന്ന് ചോദിച്ചു. മീൻ പിടിക്കാൻ ഷായിച്ചേട്ടാന്ന് പറഞ്ഞു. എന്നിട്ട് ഞങ്ങള് അമ്മമാരും ഒക്കെ കൂടി വലയിട്ട് അതിന്മേൽ മീൻ പിടിച്ച് ഫുള്ള് പാക്ക് ചെയ്ത് കൊടുത്തുവിട്ട് എന്നിട്ട് രാത്രിയായപ്പോ വന്നേക്കുവാ. ഒരു 9 മണി 9:30 ആയപ്പോ കോളിംഗ് ബെൽ അടിക്കും. ഞങ്ങൾ ഇതാരാ ഈ സമയത്ത് എന്ന് വിചാരിച്ച് വന്ന് നോക്കിയപ്പോഴത്തേക്കും അമ്മമാര് രണ്ടുപേരും കൂടി വണ്ടിക്ക് വന്നേക്കുവാ. മീൻ ഞങ്ങളുടെ അടുത്തുനിന്ന് കൊണ്ടുപോയത് ആ രാത്രി തന്നെ അവര്, അത് എനിക്ക് തോന്നുന്നു 2-3 ബക്കറ്റ് ഉണ്ടായിരുന്നു തോന്നുന്നു. അതവര് കൊണ്ടുപോയത് അവര് കുറെ കൊണ്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ബാക്കി അവർ അന്ന് രാത്രി അന്ന് തന്നെ വെട്ടി കറി വെച്ചിട്ട് ആ കറിയായിട്ട് രാത്രി നമ്മുടെ ഷായിച്ചേട്ടന്റെ രശ്മിശേഷിയുടെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരുന്നാൽ ഇനിയും ഇതെനിക്ക് ഇതിപ്പോ നമ്മൾ ഈ അടുത്ത കാലത്ത് ഇവര് ചെയ്ത കാര്യങ്ങൾ മാത്രമേ നമ്മളിപ്പോ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. ശരിക്കും ഇത് ഇവര് ജനിച്ചപ്പോ തന്നെ ഇവരുടെ കൂടെ ഉള്ളൊരു ക്യാരക്ടറിന്റെ ഒരു ഭാഗമാണ്. ഞാൻ കുറെ പേരെ സഹായം സ്വീകരിച്ചിട്ടുണ്ട്. ഞങ്ങള് 10 മക്കളാ. ഞങ്ങളുടെ അച്ഛനും അമ്മയെന്ന് പറഞ്ഞാൽ കർഷക, അമ്മ ആക്രി പറക്കല്, അച്ഛൻ കർഷക തൊഴിലാളിയായിട്ടുള്ള ഒരു അങ്ങനത്തെ ഒരു ഫാമിലിയാ. എന്റെ ചേട്ടനൊക്കെ നല്ല പഠിക്കുന്ന ആ സമയത്ത് പഠിത്തം നിർത്തിയിട്ട് അമ്മയുടെ കൂടെ സഹായിക്കാൻ പോയി. ഞങ്ങൾ ഇത്രയും പേരെ നോക്കണ്ടേ. അങ്ങനെ ജീവിക്കുന്ന സമയത്ത് ഞങ്ങള് ആ ഏരിയയിൽ ഉള്ള വീട്ടുകാര് അവിടെ ഞങ്ങക്ക് ചോറുണ്ടാവും. അവര് പറയും മങ്കയുടെ മക്കൾ വരൂട്ടാന്ന് പറയും. എന്നിട്ട് അവിടുത്തെ അപ്പം തിന്നാലും ബാക്കി വെക്കും, അമ്മ തിന്നാലും ബാക്കി വെക്കും. അപ്പൊ ഞങ്ങളിൽ ആരെങ്കിലും ഒരാൾ കറങ്ങി അവിടെ ചെല്ലും. അപ്പൊ വിളിച്ചു കൊണ്ടിരുത്തിട്ട് ഞങ്ങൾക്ക് ചോറ്. അങ്ങനെ എല്ലാ വീട്ടിലും ഞങ്ങൾ കഴിച്ചുകൊണ്ടിരുന്ന ആൾക്കാരാണ്. അപ്പൊ അങ്ങനെ തന്നും മേടിച്ചൊക്കെ വളർന്നേക്കുന്ന ആൾക്കാരാ. പിന്നെ ഡ്രസ്സ് ആണെങ്കിലും ഞങ്ങൾക്ക് ഇത്രയും പേർക്ക് ഡ്രസ്സ് എടുക്കാൻ നമ്മ കൊണ്ട് പറ്റൂല. അപ്പൊ അടുത്ത വീട്ടിലെ ആ പിള്ളേരെ ഡ്രസ്സ് ഞങ്ങൾക്ക് തരും. അങ്ങനെ അവര് തന്നെ നല്ല സ്നേഹത്തോടെ നമുക്ക് തന്നെ. പക്ഷെ നമ്മൾ കുഞ്ഞുനാളിലെ പ്രായത്തിൽ നമ്മൾ ഇത് വിട്ടിട്ട് സ്കൂളിൽ ചെല്ലുമ്പോൾ ഇത് അവന്റെ ഷർട്ടാന്ന് നമുക്കറിയാം. അപ്പൊ നമുക്കൊരു ചിലപ്പുണ്ടാവും. അങ്ങനെ എല്ലാവരോടും മേടിച്ച് കഴിച്ചു വളർന്നാണ് ഞങ്ങൾ. അതുകൊണ്ടാണ് ഇന്ന് കൊടുക്കാനും ആ ഒരു മനസ്സ്. എന്തായാലും ഈ പ്രാവശ്യത്തെ ഓണം എല്ലാ അർത്ഥത്തിലും നിങ്ങൾക്ക് ഇനി അങ്ങോട്ടുള്ള ഒരു യാത്ര നമുക്ക് ഇതുപോലത്തെ നല്ലൊരു വീട്, ഇങ്ങനെ ഒരു വീട് യാഥാർത്ഥ്യമാക്കാനായിട്ട് നമ്മുടെ ടൈറ്റിൽ സ്പോൺസർ ഉണ്ട് ബൈറ്റ് ഹോംസ് ഫോറും കൂടെ ഇതായിട്ട് നിങ്ങൾക്ക് നല്ലൊരു രീതിയിൽ വീട് വെക്കാൻ പറ്റട്ടെ. എന്തെങ്കിലും ഒരു വീട് വെക്കുന്ന ഒരു ഇതുണ്ടെങ്കിൽ ഷാജിയേട്ടാ ബൈറ്റ് ഹോംസ് ഫോർ ആണെങ്കിൽ നമ്മൾ പകുതി പൈസ മാത്രം കെട്ടിയാൽ മതി ആദ്യമേ, ബാക്കി പകുതി പൈസ നമ്മൾ തവണകളായിട്ടാണ് അവർക്ക് അടച്ചാൽ മതി. അപ്പം ഈ ബൈറ്റ് ഹോംസ് ഫോറിനെ മനസ്സിൽ വിചാരിക്കുക. തീർച്ചയായിട്ടും അവര് തന്നെ പ്ലാൻ ഒക്കെ അവർ ഫ്രീ ആയിട്ട് ചെയ്തു തരും, നിങ്ങൾ തരും. അതേപോലെ ബൈറ്റ് ഹോംസ് ഫോർ നല്ലൊരു വീട് വെച്ച് കഴിഞ്ഞപ്പോ ഒരുപാട് പേര് ഇങ്ങനെ വിളിച്ചിട്ട് ദൈവത്തോർത്ത് അങ്ങനെ ഒരിക്കലും ചിന്തിക്കില്ല. ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞ് ഞാൻ ഇത്ര സെന്റ് സ്ഥലവും വീടും കൂടി ഞാൻ അതൊന്നും വേണ്ട ചേട്ടാ, ചേട്ടൻ ഈ പറഞ്ഞ സ്നേഹം അത് മതി, വേറെ ഒന്നും ഞങ്ങൾക്ക് വേണ്ട. ഒരുപാട് പേര് അങ്ങനെ പറഞ്ഞു. അത് എല്ലാവരോടും ഞങ്ങൾ പറയുന്നത് അത് വേണ്ട ചേട്ടാ, അധ്വാനിച്ച് ഉണ്ടാക്കണ വീട് അത് മതി. അതിന്റെ സ്ട്രക്ചർ ഇട്ടേക്കണ എന്താ പറയാമോ, ഒരു സ്ഥലം അവിടെ വീടിന് സൈഡിൽ അങ്ങനെ കുറെ അന്തരീക്ഷമൊക്കെ ഉണ്ടാക്കിയിട്ട് കുറെ അമ്മമാര് കുറെ അച്ഛന്മാര് ഇവരെല്ലാവരും അവിടെ താമസിപ്പിക്കണം. ആ കൂട്ടത്തിൽ ഒരു മുറി ഞങ്ങൾക്കും വേണം. അങ്ങനെ ഇപ്പൊ ഞങ്ങളുടെ തീരുമാനം അതാ. ഓക്കെ, അപ്പൊ എത്രയും പെട്ടെന്ന് അതുപോലത്തെ നല്ലൊരു വീട് നിങ്ങൾക്ക് വെക്കാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. നല്ലൊരു ഓണവും ആശംസിക്കുകയാണ്. ഞങ്ങൾ ഇനി വീണ്ടും ഇവരുടെ വീട്ടിലേക്ക് നമ്മൾ എത്തും. തിരുവോണത്തിന്റെ അന്ന് ഞങ്ങൾ വീണ്ടും ഒന്നിങ്ങോട്ട് ഓടിക്കേറി വരും. ഞങ്ങൾ എല്ലാവരും കൂടെ വീണ്ടും ഒരു ഓണാശംസകൾ പറയാനായിട്ട് കേട്ടോ. അപ്പോൾ ഹാപ്പി ഓണം. താങ്ക് യു സോ മച്ച്. ഓക്കെ, ഞങ്ങൾക്ക് ഓണം ഇല്ലെങ്കിലും എന്തായാലും നിങ്ങൾ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഭക്ഷണം കഴിക്കും എല്ലാവരും കൂടി. അപ്പൊ എന്തായാലും ഒത്തിരി സന്തോഷം. ഈ പറഞ്ഞതുപോലെ തന്നെ എല്ലാവർക്കും നല്ലൊരു ഓണമായി മാറട്ടെ. എല്ലാവർക്കും ജീവിതത്തിൽ നന്മകൾ മാത്രം ഉണ്ടാവട്ടെ, എല്ലാവിധ ഐശ്വര്യം ഉണ്ടാവട്ടെ, ഇവിടെ ഉണ്ടാവട്ടെ. അനുഗ്രഹിച്ചിരിക്കുന്നു. താങ്ക് യു, ഒരുപാട് സന്തോഷം. താങ്ക് യു. ഹാപ്പി ഓണം. ശരി, ഹാപ്പി ഓണം.